Okay, Chaucer and his contemporaries. So, Chaucer's period is not much different from that of Middle Ages. പക്ഷേ there was a transition. I mean, it was also a period of transition from medieval period to a modern period because literature, English literature as such, began to flourish or maybe got to its proper concrete shape actually by the time it was by the time of Chaucer and his Canterbury Tales was one of the major boosters that contributed to the flourishing and establishing of the language English. And simultaneously അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് മറ്റ് ഫാക്ടേഴ്സും ഇംഗ്ലീഷിനെ ഒരു പ്രോമിനൻസിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ചോസറിന്റെ പീരീഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ ഒരു ഒരു ഡോമിനൻസിന്റെ പീരീഡ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഫീൽഡാണ് ആസ് എ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓർ എ ലാംഗ്വേജ് ദാറ്റ് ഇസ് ബീങ് വൈഡ്ലി യൂസ്ഡ് ആൻഡ് അക്നോളജ്ഡ് ബൈ ദി യൂറോപ്യൻസ്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റ് ആണ് ചോസറിന്റെ ടൈം നമ്മൾ പഠിക്കുമ്പോൾ. ഇനി ആ സമയത്തെ മേജർ ആയിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒക്കേഷൻസിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് നോക്കാം. ട്രാൻസിഷൻ ഫ്രം മിഡീവൽ ടു മോഡേൺ പീരീഡ് ആണ് ഞാൻ പറഞ്ഞതുപോലെ. ഓറൽ ലിറ്ററേച്ചറിൽ നിന്നും റിട്ടൺ ലിറ്ററേച്ചറിലേക്കുള്ള ഒരു മാസീവ് ആയിട്ടുള്ള ചേഞ്ച് ബ്രിട്ടനിൽ നടക്കുന്ന ഒരു സമയമാണ്. കാരണം ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലേക്ക് മാറുന്നു. പ്രിന്റിങ് വരുന്നു. പ്രിന്റിങ് വാസ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ 15th century itself. കാക്സ്റ്റന്റെ പ്രിന്റിങ് വരുന്നു, ഗുട്ടൻബർഗിന്റെ പ്രിന്റിങ് ആദ്യം പ്രിന്റിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം കാക്സ്റ്റന്റെ പ്രിന്റിങ് വരുന്നു. സോ ഇംഗ്ലീഷ് വാസ് ഓൾറെഡി പ്രിന്റിങ് വാസ് ഓൾറെഡി ഇൻ പ്ലേസ് ഡ്യൂറിങ് ദിസ് ടൈം 15th century. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു ഗ്രേറ്റ് വാൾ ഷിഫ്റ്റ് ഒക്കെ നടക്കുന്ന ടൈമാണ്. ഇംഗ്ലീഷ് ഒരു ഫോർമൽ ലാംഗ്വേജ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ പൊളിറ്റിക്കലി നോക്കുമ്പോൾ ഇറ്റ് വാസ് ഓൾസോ എ ടൈം ഓഫ് ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ആൻഡ് എമർജൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. പ്രത്യേകിച്ച് കിങ് ജോണിന്റെ സമയത്ത് മാഗ്ന കാർട്ട 1215 മാഗ്ന കാർട്ട നടക്കുന്നതോടുകൂടി ഒരു കംപ്ലീറ്റ് മൊണാർക്കി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നും മാറുന്നുണ്ട്. അതായത് കിങ് അരിസ്റ്റോക്രാറ്റ്സ് അവർ ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് റൂൾ ചെയ്യുന്ന ഒരു ഫാഷനിൽ നിന്നും പൊളിറ്റിക്കലായിട്ട് ബ്രിട്ടൻ മൂവ്സ് ടുവേർഡ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി വേർ വി ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, എ വെരി വെൽ എസ്റ്റാബ്ലിഷ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ which actually deals with, discusses almost all the rules and regulations that has to be followed and applied. And at the same time king will be at the top of the government. പക്ഷെ ഒരു കൗണ്ടർ ഫോഴ്സ് പോലെ ഒരു ചെക്ക് പോലെ, ഒരു ഡെമോക്രാറ്റിക് ചെക്ക് പോലെ കോൺസ്റ്റിറ്റ്യൂഷനും പാർലമെന്റും ഫോം ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് ഈ പാർലമെന്റ് പലപ്പോഴും ഡിസ്പെൻസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ കാണുന്നതാണ് ചാൾസ് ഫസ്റ്റിന്റെ സമയത്തൊക്കെ ഡിസ്പെൻസ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് പിന്നെ ചാൾസ് ഫസ്റ്റിന്റെ കോൺട്രവേഴ്സിയിലേക്ക് പോകുന്നത്. പിന്നെ ജെയിംസ് ഫസ്റ്റിന്റെ സമയത്ത് ഡിസ്പേഴ്സ് ചെയ്യുന്നുണ്ട് പാർലമെന്റ്. അങ്ങനെ ഒരുപാട് ടൈമിൽ പിന്നീട് ഇതിനെ ചലഞ്ച് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഒരു തുടക്കം എന്ന് പറയുന്നത് ആ ഒരു ടൈമിലാണ്. സോ അതാണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ചോസറിന്റെ പീരീഡിലേക്ക് നമ്മൾ പറയുമ്പോൾ നമ്മൾ പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് ഡെത്ത് കണ്ടു, 1348 സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലാക്ക് ഡെത്ത്. പിന്നെ 100 years of war was also happening at that point of time between Britain and France, 1337 to 1453. പെസന്റ് റിവോൾട്ട് 1381 പെസന്റ് റിവോൾട്ട് നടക്കുന്നു. സോ ചോസർ ആ ഒരു ട്രാൻസിഷണൽ പീരീഡിലെ മേജർ പ്ലെയർ തന്നെയാണ്. നമുക്ക് ചോസറിന്റെ കണ്ടംപററീസിനെ കുറിച്ച് ചോസറിലേക്ക് കടക്കുമ്പോൾ റൈറ്റർ ആദ്യം നമുക്ക് ചോസറിനെ പരിചയപ്പെടാം. അതിനുശേഷം ചോസറിന്റെ മേജർ ആയിട്ടുള്ള കണ്ടംപററീസ് ആരൊക്കെയാണെന്ന് നോക്കാം. ജെഫ്രി ചോസർ വാസ് ബോൺ ഇൻ 1340 and he died in 1400. He is always considered to be the father of English poetry for a number of reasons. Like as I have already mentioned, ഇംഗ്ലീഷിന്റെ ഒരു ഫോർമൽ ലാംഗ്വേജിലേക്ക്, ഒരു സ്ട്രക്ചറൽ ലാംഗ്വേജിലേക്കുള്ള ഇംഗ്ലീഷിന്റെ ഒരു ഷിഫ്റ്റ്, ട്രാൻസിഷൻ ശരിക്കും സ്മൂത്തൻ ചെയ്തത് കാന്റർബറി ടേൽസും അതുപോലെ തന്നെ മറ്റ് ചോസറിന്റെ ഇടപെടലുകളുമാണ് ഒരു പക്ഷെ. കാരണം കാന്റർബറി ടേൽസ് വാസ് such a famous work that it took English into kind of an established standard that can stand up to French or any other language at that point of time. അതുപോലെ തന്നെ ചോസറിന്റെ ഫസ്റ്റ് നാഷണൽ പോയറ്റ് ഓഫ് ഇമ്പോർട്ടൻസ് എന്നാണ്, പോയറ്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്നാണ് ചോസറിനെ വിളിക്കുന്നത്. കാരണം ഈ ഒരു കോൺട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ചോസറിന്റെ ലിറ്റററി കരിയറിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ മേജർ ആയിട്ട് 3 സ്റ്റേജസ് ഓഫ് റൈറ്റിംഗ് നമുക്ക് കാണാൻ പറ്റും. ഏർലി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ്. സോ ഏർലി സ്റ്റേജിൽ ഹി റോട്ട് ഇൻ ഫ്രഞ്ച് ലാംഗ്വേജ് ആൻഡ് ലേറ്റർ ഇൻ മിഡിൽ സ്റ്റേജ്
he wrote in Latin, and finally English period. That is the last period where he writes Canterbury Tales. ഇതില് ഫസ്റ്റ് പീരീഡ്, അതായത് ഫ്രഞ്ച് പീരീഡിലാണ് ബുക്ക് ഓഫ് ഡച്ചസ് എന്ന് പറയുന്ന വർക്ക് വരുന്നത്. ബുക്ക് ഓഫ് ഡച്ചസ് എന്ന് പറയുന്ന വർക്ക് വരുന്നത് ഫ്രഞ്ച് പീരീഡിലാണ്. അതുപോലെ റൊമാൻ ഡി ല റോസ് എന്ന് പറയുന്ന ഒരു വർക്കും ആ ഒരു പീരീഡിൽ വരുന്നത്. അതിനുശേഷം വരുന്ന മേജർ വർക്കുകൾ, അതായത് പാർലമെന്റ് ഓഫ് ഹൗൾസ്, ഓക്കെ, ട്രോയിലസ് ആൻഡ് ക്രിസീഡ, ലെജൻഡ്സ് ഓഫ് ഗുഡ് വിമൻ, അത് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പീരീഡ്, അതായത് ഫ്രഞ്ച് പീരീഡിലാണ് ഈ വർക്കുകളൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ ഈ പാർലമെന്റ് ഓഫ് ഫൗൾസും ട്രോയിലസ് ആൻഡ് ക്രിസൈഡയും ഒക്കെ, ലെജൻഡ്സ് ഓഫ് ട്രോയിലസ് ആൻഡ് ക്രിസൈഡ, പിന്നെ ഹൗസ് ഓഫ് ഫെയിം, ഇതെല്ലാം ശരിക്കും ഡ്രീം അലഗറീസ് ആണ്. എല്ലാം ഡീൽ ചെയ്യുന്ന ഡ്രീം നറേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഡ്രീം അലഗറി തന്നെയാണ്. ഓക്കെ, നമ്മൾ ആ ബുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് നോക്കാനുള്ളത് ശരിക്കും കാന്റർബറി ടെയിൽസ് ആണ്. Canterbury Tales was written in 1387. That means it belongs to the last part of his literary career, that where he actually started writing in English. ഈ കാന്റർബറി ടെയിൽസിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഡെക്കാമറോൺ ആണ്. ബൊക്കാഷിയോയുടെ ഡെക്കാമറോൺ ആണ്. മെഡീവൽ ലിറ്ററേച്ചർ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ബൊക്കാഷിയോയുടെ ഡെക്കാമറോൺ ആണ്. അതും ഇതുപോലെ തന്നെ കളക്ഷൻ ഓഫ് ടെയിൽസ് ആണ്. ഓക്കെ, ഇനി കാന്റർബറി ടെയിൽസിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ 29 ടെയിൽസ് പിൽഗ്രിംസ്, ആക്ച്വലി ഞാൻ പറഞ്ഞു ഡെക്കാമറോൺ പോലെ ഒരു പ്ലോട്ട് സ്ട്രക്ചർ, ഒരു സ്ട്രക്ചറാണ് ഈ വർക്കിനുള്ളത്. അതുകൊണ്ട് തന്നെ പിൽഗ്രിംസും അവരുടെ സ്റ്റോറീസുമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ പിൽഗ്രിമേജ് നടക്കുന്നത് ശരിക്കും സെയിന്റ് തോമസ് ബക്കറ്റിന്റെ ടൂമ്പിലോട്ടാണ്. സെയിന്റ് തോമസ് ബക്കറ്റിന്റെ ടൂമ്പിലേക്ക് പോകുന്ന പിൽഗ്രിംസ് ടബാഡിൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യുകയും അവിടെ വെച്ച് ഇൻ കീപ്പർ, അതായത് ഹാരി ബെയ്ലി എന്ന് പറയുന്ന ഇൻ കീപ്പർ അവരെ ട്രീറ്റ് ചെയ്യാൻ, അവരെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിയാണ് ഹോസ്റ്റ്. സോ അവിടെ ഇരുന്ന് പറയുന്ന സ്റ്റോറീസ് ആണ് ശരിക്കും കാന്റർബറി ടെയിൽസിൽ വരുന്നത്. 29 പിൽഗ്രിംസും പ്ലസ് ഹോസ്റ്റും പിന്നെ പോയറ്റുമാണ് ഇതിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതില് എല്ലാവരും സ്റ്റോറീസ് പറയുന്നില്ല. 23 പിൽഗ്രിംസ് മാത്രമാണ് സ്റ്റോറീസ് പറയുന്നത്. ആകെ 24 സ്റ്റോറീസ് വരുന്നുണ്ട്. ചോസർ 2 കഥ പറയുന്നുണ്ട്, അതായത് പോയറ്റ് രണ്ട് കഥ പറയുന്നുണ്ട്. അതിൽ ചോസർ പറയുന്നത് ടെയിൽ ഓഫ് തോപ്പാസും ടെയിൽ ഓഫ് മെലിബസുമാണ്. ഈ 2 സ്റ്റോറീസ് ആണ് ചോസർ പറയുന്നത്. ഇത് കാന്റർബറി ടെയിൽസ് സ്റ്റാർട്ട്സ് വിത്ത് നൈറ്റ്സ് ടെയിൽ ആൻഡ് എൻഡ്സ് വിത്ത് പാസൻസ് ടെയിൽ. പിന്നെ കാന്റർബറി ടെയിൽസിന് വ്യത്യസ്തമാകുന്നത് അതിന്റെ ഒരു പ്രലോഗ് ഉണ്ട്, ബിഗിനിങ്. A general prologue is there for Canterbury Tales. It begins like when the sweet showers of April have pierced the dry soil of March down to the roots and bathed every vein in moistures, so that form itself vital power the flowers are born. When the west wind has also breathed upon the tender shoots in every gland and filled with its sweet breath, or the spring sun has completed half of its course through the sign of rain, and little bird that sleeps all night with eyes open make their music because their hearts are so thrilled by nature. അങ്ങനെ പോകുന്ന ഒരു വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള ഒരു പ്രലോഗ് ഉണ്ട് ശരിക്കും കാന്റർബറി ടെയിൽസിന്. ജനറൽ പ്രലോഗ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ സ്റ്റാർട്ട്സ് വിത്ത് ഏപ്രിൽ. ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന വർക്ക് ഏതാ? എങ്കിലും പറയാൻ പറ്റുമോ? വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. വേസ്റ്റ്ലാൻഡ് ആണ്. ഇത് ഏപ്രിൽ കണ്ടപ്പോഴാണ് ഞാൻ കൊടുത്തത്. ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത്, ബ്രീഡിംഗ് ലൈലാസ് ഔട്ട് ഓഫ് ദ ഡെഡ് ലാൻഡ്, മിക്സിംഗ് മെമ്മറീസ് ആൻഡ് ഡിസയർസ്, ടയറിംഗ് ഡൾ റൂട്ട്സ് വിത്ത് സ്പ്രിംഗ് റെയിൻ. അങ്ങനെ വേസ്റ്റ്ലാൻഡിന്റെ തുടക്കമാണ് ഏപ്രിൽ. ഏപ്രിൽ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് മന്ത് ഫോർ മെനി പോയറ്റ്സ് ആൻഡ് റൈറ്റേഴ്സ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടും കാന്റർബറി ടെയിൽസിനെ കുറിച്ചുള്ളത്. കാന്റർബറി ടെയിൽസിലെ കുറെ ക്യാരക്ടേഴ്സിനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നൈറ്റ്, സ്ക്വയർ, അതുപോലെ പ്രയർസ്, ദ മോങ്ക്, പാർട്ട്ണർ, ഹാസൻ, ക്ലർക്ക്, മാൻ ഓഫ് ലോ, ഫ്രാങ്ക്ലിൻ, സമ്മണർ, ഫെയർ, മർച്ചന്റ്, പിന്നെ ഗിൽസ്മാൻ, വൈഫ് ഓഫ് ബെത്ത്, റീവ്, ഷിപ്സ്മാൻ, മാൻസിപ്പിൾ. ഒരു കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് തന്നെ ഇതിൻ്റെ അകത്തുണ്ട്, ഇതിൽ വരുന്നുണ്ട്. ശരിക്കും ഈ കാന്റർബറി ടെയിൽസിനെ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഇതിന് കാണാൻ പറ്റും കാന്റർബറി ടെയിൽസിന്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് തിയറി കോൾഡ്
ഫിസിയോഗ്നമി എന്ന് പറയുന്ന ഒരു തിയറി ശരിക്കും ഇതിലൂടെ ഇവോൾവ് ചെയ്തു വരുന്നത്. അതായത് ഇഫ് യു സ്റ്റഡി ഈച്ച് ആൻഡ് എവറി സ്റ്റോറി ഇൻ ഡീറ്റെയിൽ, വി ഫൈൻഡ് ദാറ്റ് ഈച്ച് ക്യാരക്ടേഴ്സ് ആർ ഡിഫൈൻഡ് ബൈ ഇറ്റ്സ് അപ്പിയറൻസ്. ഫോർ എക്സാമ്പിൾ സ്ക്വയർ നൈറ്റ് എടുക്കുകയാണെങ്കിൽ, നൈറ്റിന്റെ ആ ഷിവൽറിയുടെ എല്ലാ ഫീച്ചേഴ്സും അദ്ദേഹത്തിന്റെ എന്താ പറയുക അപ്പിയറൻസിൽ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈല്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മേത്തുള്ള വൂൺസ്, ഇതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ഹി വാസ് എ വാരിയർ ആൻഡ് ഓൾസോ ദ കൈൻഡ് ഓഫ് ഷിവൽറിക് കറേജ് ദാറ്റ് ഹി ഹോൾഡ്സ്. അതുപോലെ തന്നെ വൈഫ് ഓഫ് ബേത്തിനെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു എന്താ അഫ്ലുവൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻസി ഓഫ് ഹർ ലാംഗ്വേജ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്, ഫിസിക്കൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും പലപ്പോഴും ഈ ക്യാരക്ടേഴ്സിന്റെ എല്ലാം സ്വഭാവത്തെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ് കാന്റർബറി ടെയിൽസിൽ പറയുന്നത്. സോ അതുപോലെ കാന്റർബറി ടെയിൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിസ്കസസ് ഓൾമോസ്റ്റ് about characters who belongs not to the higher upper caste, neither to the lower upper caste, the lower caste. rather ഒരു മിഡിൽ ക്ലാസ്സിലുള്ള മേജർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ എല്ലാം തന്നെ ഈ കാന്റർബറി ടെയിൽസ് ഡിസ്കസ് ചെയ്യുന്നത്. ആ കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെഫറൻസ് കൂടിയാണ് കാന്റർബറി ടെയിൽസിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ പിന്നെ മറ്റ് മേജർ ഫീച്ചേഴ്സ് സ്പ്രിംഗ് ടൈമിനെ കുറിച്ച് പറയുന്നു, പിൽഗ്രിമേജിനെ കുറിച്ച് പറയുന്നു, ഷിവൽറിയും കോർട്ട്ലി ലോവും ഒക്കെയാണ് മേജർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. മാരേജ്, അതുപോലെ പൊസിഷൻ ഓഫ് വിമൻ, കറപ്ഷൻ ഇൻ ചർച്ച്, ക്ലോത്തിങ്, ഒരുപാട് വളരെ വെറൈറ്റി ആയിട്ടുള്ള വളരെ വേരിഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ ശരിക്കും കാന്റർബറി ടെയിൽസ് സംസാരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന രീതിയിൽ അല്ലെ ആ കാലഘട്ടത്തെ മനസ്സിലാക്കാനുള്ള ഒരു സോഴ്സ് എന്ന രീതിയിൽ പലപ്പോഴും കാന്റർബറി ടെയിൽസ് അക്നോളജ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി മൂവിങ് ഫ്രം ചോസർ, വി ഹാവ് ദ കണ്ടംപററീസ് ഓഫ് ചോസർ. മേജർ കണ്ടംപററീസ് രണ്ടുപേരെയാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്, വില്യം ലാംഗ്ലാൻഡും രണ്ട് ജോൺ ഗോവറും. വില്യം ലാംഗ്ലാൻഡിന്റെ പിയേഴ്സ് പ്ലഫ്മനും ജോൺ ഗോവറിന്റെ കൺഫെഷ്യോ മാൻഡിസും. ഓക്കെ, അതിൽ പിയേഴ്സ് പ്ലഫ്മൻ ഒരു ഡ്രീം അലഗറിയാണ്. ഇനി നമുക്ക് അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഓർമ്മിക്കാനായിട്ട് മാത്രം ഇട്ടതാണ്. 15th സെഞ്ചുറിയിലേക്ക് വരുവാണെങ്കിൽ 15th സെഞ്ചുറിയുടെ മേജർ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്തൊക്കെ പോവാം. അതിനുശേഷം നമുക്ക് ഷേക്സ്പിയറിലേക്ക് മൂവ് ചെയ്യാനുള്ളതാണ്. സോ 15th സെഞ്ചുറിയുടെ മേജർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് എക്സ്പ്ലോറേഷൻ. പൊളിറ്റിക്കലി നോക്കുവാണെങ്കിൽ 15th സെഞ്ചുറി വാസ് എ ഏജ് ഓഫ് എക്സ്പ്ലോറേഷൻ. എക്സ്പ്ലോറേഷൻ ഇൻ ദ സെൻസ് ജിയോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷന്റെ ഒരു ടൈമാണ് 15th സെഞ്ചുറി. കൊളോണിയലിസത്തിന്റെ ഒക്കെ തുടക്കം ശരിക്കും, അല്ലെങ്കിൽ ആ ഒരു അതിനുവേണ്ടി it paved actually way for colonialism, these kind of explorations. Famous ആയിട്ടുള്ള explorations like Columbus discovered or reached to Barbados Caribbeans in 1492. അതിനുശേഷം ജോൺ കബോട്ടിന്റെ Newfoundland, he found Newfoundland, North America, അതായത് North America in 1497. And in 1497 and in 1499 Amoriti Vespucci actually explored America in 1499. And also meanwhile Vasco da Gama discovered the shortest route to India in 1498. അതായത് മേജർ ആയിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷന്റെ കൂടി ടൈം ആയിരുന്നു 15th സെഞ്ചുറി എന്ന് പറയുന്നത്. അത് പിന്നീട് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റിലേക്ക് ഈ രാജ്യങ്ങളെല്ലാം നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടനെ ഇൻഡസ്ട്രിയൽ അഡ്വാൻസ്മെന്റിലേക്ക് നയിക്കുന്നുണ്ട്, അമേരിക്കയുടെ ഫോർമേഷനിലേക്ക് നയിക്കുന്നു. സോ 15th സെഞ്ചുറി ആ രീതിയിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് മൂവ്മെന്റ് വാസ് എ ഫേമസ് event that happened in 15th century that changed and also enriched that actually brought in a lot of significant changes in the system of education and universities in England, in Britain during 15th century. Desiderius Erasmus, Holland, a Dutch philosopher and scholar, was the one who behind the Oxford Reformation. He visited universities Oxford and Cambridge, and out of his influence, universities made a significant change in their curriculums. They move forward to more humanistic curriculum by the influence of Erasmus. ഓക്കെ, പിന്നെ ഗ്രേറ്റ് വാവൽ ഷിഫ്റ്റ്, ഞാനത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. ഗ്രേറ്റ് വാവൽ ഷിഫ്റ്റ്, ചേഞ്ച് ഇൻ ദ പ്രൊനൗൺസിയേഷൻ ഓഫ് വവൽസ് ദാറ്റ് മാർക്ക് ദ ട്രാൻസിഷൻ ഫ്രം മിഡിൽ ഇംഗ്ലീഷ് ടു മോഡേൺ ഇംഗ്ലീഷ്. സോ വാവൽ ഷിഫ്റ്റിനെയാണ് നമ്മളെപ്പോഴും മിഡിൽ ഇംഗ്ലീഷിൽ നിന്നും മോഡേൺ ഇംഗ്ലീഷിലേക്ക് ഒരു ട്രാൻസിഷന്റെ ടൈമായിട്ട് നമ്മളെപ്പോഴും പറയുന്നത്. ഓക്കെ, ഫൈൻ. അടുത്തത് ടൈം ഓഫ് ബാലൻസ്. ഇനി ലിറ്ററേച്ചർ എടുക്കുകയാണെങ്കിൽ this was not actually a very profitable time, a prolific time for literature as such, because W.H. Auden himself calls
this time 15th century as a barren period for literature of literature because great ആയിട്ടുള്ള ചോസറിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ വേറെ ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള വർക്കുകളൊന്നും വന്നിട്ടില്ല ആ സമയത്ത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അധികം വർക്കുകളൊന്നും വന്നിട്ടില്ല. ചോസറിന്റെ കാനോനിക്കൽ ടേൽസ് മാത്രമാണ് ഇംഗ്ലീഷിൽ, ബാക്കിയെല്ലാം ഫ്രഞ്ചും ഇറ്റാലിയനുമായിരുന്നു. Italian was a famous language of writing at that point of time. One second, I'm calling. Okay, fine. Okay. അതുപോലെ തന്നെ ആ 15th century was famous for ballads. മേജർ ബാലഡ്സ് എന്ന് പറയുന്നത് സർ പാട്രിക് സെൻസും ചാവി ചേസും 2 ബാലഡ്സ് ആണ്. ബാലഡ്സ് നിങ്ങൾക്ക് അറിയാം, നറേറ്റീവ് ലിറിക്കൽ ഫോക്ക് സോങ്സ് ആണ് ബാലഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മേജർ വർക്ക് തോമസ് മാലറിയുടെ മോട്ടർ ഡി ആർദർ ആണ്. മോട്ടർ ഡി ആർദർ 8 tales in 21 books. 21 ബുക്കുകളിലെ 8 tales ആണ് മോട്ടർ ഡി ആർദർ എന്ന് പറയുന്നത്. ഇനി 15th സെഞ്ചുറിയുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് ഇംഗ്ലീഷ് ഡ്രാമയാണ്. ശരിക്കും drama was already there. We have seen Greek or Roman classical drama, പക്ഷേ English drama as such that later develops into a very full-fledged dramatic culture or culture of drama by the time of Shakespeare actually began by came to prominence by the 15th century. So if you're tracking back to the origin of British drama, it's quite interesting to see how does it develop. Began in the setting of religious rituals and customs. England was converted into Catholicism by the time of 7th century and 8th century. Almost 7th century, it was almost completely converted into Catholicism. So it came under the influence of religion, Catholic religion. So definitely it had a beginning with religion or beginning from religion itself. ആദ്യത്തെ കൈൻഡ് ഓഫ് പ്ലേസ് which appears in 12th century were called miracle place. ഇത് കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ശരിക്കും പ്ലേസിന്റെ ഒരു ഉത്ഭവത്തെ നമ്മൾ കാണുന്നത് ചേർച്ചിന്റെ ഫെസ്റ്റിവലുമായിട്ട് വരും. സോ മിറക്കിൾ പ്ലേസ് 12th century തന്നെ സ്റ്റാർട്ട് ചെയ്തു. ദേ വെർ ആക്ച്വലി ക്രോണിക്കലിംഗ് ദ ലൈഫ്സ് ഓഫ് സെയിൻസ്. വിശുദ്ധന്മാരുടെ സെയിൻസിന്റെ ലൈഫ്സ് ആണ് മേജർ ആയിട്ടുള്ള തീംസ് ആയിട്ട് അവർ ഡിസ്കസ് ചെയ്തിരുന്നത്, അല്ലെ കണ്ടന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഡെവലപ്പ് ചെയ്ത മിസ്റ്ററി പ്ലേസ് ആണ്. മിസ്റ്ററി പ്ലേസ് ഓർ കോർപ്പസ് ക്രിസ്റ്റി പ്ലേസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഫെസ്റ്റിവൽ ആണ്. ഈ കോർപ്പസ് ക്രിസ്റ്റിയുടെ ടൈമിൽ ചെയ്യുന്ന പ്ലേസ് ആണ് ആക്ച്വലി സ്റ്റേജ് ചെയ്യുന്ന പ്ലേസ് ആണ് ശരിക്കും കോർപ്പസ് മിസ്റ്ററി പ്ലേസ് എന്ന് പറയുന്നത്. അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി അഡോപ്റ്റഡ് ഫ്രം സ്ക്രിപ്റ്റേഴ്സ് ആണ്. സ്ക്രിപ്ചറിൽ പറയുന്ന ഈവൻസും സംഭവങ്ങളും ഒക്കെയാണ്, ഈവൻസ് ഒക്കെയാണ് മേജറായിട്ടും ഇത്തരം ഡ്രാമകൾ ഡീൽ ചെയ്തിരുന്നത്. അതിനുശേഷം വന്നാണ് മൊറാലിറ്റി പ്ലേസ്. മൊറാലിറ്റി പ്ലേസ് മെയിൻലി ഡെൽറ്റ് വിത്ത് അലഗറിക്കൽ ആൻഡ് പേഴ്സോണിഫൈഡ് വെർച്യൂസ് ലൈക്ക് ലവ് ആൻഡ് ഫ്രീഡം ഓർ മേ ബി ഷിവൽറിക് റൊമാൻസ്. ഇത്തരത്തിലുള്ള വെർച്യൂസിനെ ബേസ് ചെയ്തിട്ട് പ്ലേസ് ഫോം ചെയ്തതിനാണ് മൊറാലിറ്റി പ്ലേസ് എന്ന് പറയുന്നത്. ഈ മൊറാലിറ്റി പ്ലേസ് ആണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനന്റ് ജാനേഴ്സ് ഓഫ് പ്ലേ, മൊറാലിറ്റി പ്ലേസ് എന്ന് പറയുന്നത്. എവ്രി മെൻ എന്നൊക്കെ പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്ലേസ് മൊറാലിറ്റി പ്ലേസിന്റെ കാറ്റഗറിയിൽ പെടുന്ന പ്ലേസ് ആണ്. ഓക്കെ, ഇനി 15th സെഞ്ചുറിക്ക് ശേഷം കമ്മിങ് ടു 15th സെഞ്ചുറിയുടെ ഏകദേശം ഒരു നമ്മളൊരു പൊളിറ്റിക്കൽ ഇതെടുക്കുവാണെങ്കിൽ പൊളിറ്റിക്കലി ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വാസ് എ ട്യൂഡർ ഇറ്റ് വാസ് എ ട്യൂഡർ പീരിയഡ്. ട്യൂഡർ ഡൈനാസ്റ്റി നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്തത് ഹെൻറി 7th മുതലാണ് ട്യൂഡർ ഡൈനാസ്റ്റിയുടെ തുടക്കം. അതുപോലെ തന്നെ ക്വീൻ എലിസബത്ത് വാസ് ദി ലാസ്റ്റ് ട്യൂഡർ റൂളർ. ഷീ വാസ് എ ക്വീൻ ആൻഡ് ഷീ വാസ് ദ ലാസ്റ്റ് ട്യൂഡർ റൂളർ. ഓക്കെ, അതിനുശേഷം പിന്നെ ജക്കോബിയൻ പീരീഡ് ആണ് വരുന്നത്, കിങ് ജെയിംസ് ഫസ്റ്റ് ആണ് വരുന്നത്. സോ ഇതൊരു ട്യൂഡർ ഈ 15th സെഞ്ചുറി എന്ന് പറയുന്ന ഒരു ട്യൂഡർ കാലഘട്ടമാണ്. ട്യൂഡർ ഫാമിലിയാണ്, അല്ലെങ്കിൽ
കിങ്ഷിപ്പാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്തിന്റെ മേജർ ആയിട്ടുള്ള സൈൻ പോസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഫോൾ ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ ആണ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫോൾ ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ 1453 ഫോൾ ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ സംഭവിക്കുന്നത്. ഇറ്റ് വാസ് ഫോളൻ ടു ഓട്ടോമൻ ടർക്സ് ബൈസാൻഷ്യൻ ലെവനെ കീഴടക്കുകയും അങ്ങനെ കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്നത് അത് ബൈസാൻഷ്യൻ എംപയർ ആണ്. പഴയ റോമൻ എംപയറിന്റെ ഭാഗമാണ്. റോമൻ എംപയർ ലേറ്റർ was converted into Byzantine Empire when Constantine first was converted into Christianity. So അങ്ങനെ റോമൻ ഡോമിനൻസ് അല്ലെങ്കിൽ റോമൻ റൂള് അവസാനിക്കുകയാണ് കോൺസ്റ്റന്റിനോപ്പിളിന്റെ ഫോളോട് കൂടി. കോൺസ്റ്റന്റിനോപ്പിളിന്റെ ഫോളോട് കൂടി ഒരു മുസ്ലിം ഇൻവേഷൻ ഓഫ് മിഡിൽ ഈസ്റ്റ് ഓൾമോസ്റ്റ് അതിന്റെ ഡോമിനൻസിലെത്തുന്ന ഇസ്ലാമിക് ഇൻവേഷൻ ഓഫ് മിഡിൽ ഈസ്റ്റ് ഈസ് ഓൾമോസ്റ്റ് അറ്റ് ഇറ്റ്സ് പിനക്കിൾ with the Ottoman Empire. അതിനുശേഷം നമുക്കറിയാം Ottoman Empire was a very stronghold of political power, strong-held political power in Middle East for a long time, for centuries. So fall of Constantinople what happens is that it actually initiates Renaissance, the beginning of Renaissance. It marks early Renaissance in the സമയത്ത് നമ്മൾ കണ്ടു എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. Renaissance സമയത്ത് സ്കോളേഴ്സും അതുപോലെ തന്നെ the Middle East, the wisdom that was there in the Middle East was transferred into Europe, especially Italy. Italy became one of the centers of education and wisdom. So അതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് അല്ലെങ്കിൽ ഫസ്റ്റ് വേവ് ഓഫ് Renaissance എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വേവ് ഓഫ് Renaissance it happens, soon after that, a wide movement around Europe. Science, കുറെ ഫിഗേഴ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സയൻസിന്റെ കാര്യത്തിലാണെങ്കിൽ കോപ്പർനിക്കസ്, അതുപോലെ തന്നെ ഗലീലിയോ, കെപ്ലർ, ന്യൂട്ടൺ, ഇവരൊക്കെ ഈ റിനൈസൻസിന്റെ സെക്കൻഡ് വേവ് റിനൈസൻസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രോമിനന്റ് ഫിഗേഴ്സ് ആണ്. എസ്പെഷ്യലി കോപ്പർനിക്കസിന്റെ ഹീലിയോസെൻട്രിസം ഒക്കെ വളരെ ഫേമസ്, വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സയന്റിഫിക് എംപിരിക്കൽ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു. ഫോർ വിച്ച് ആക്ച്വലി he was punished by the church. Galileo was also imprisoned for supporting Copernicus for his idea of heliocentrism. So അതിനുശേഷം വരുന്ന ആർക്കിടെക്ചർ നോക്കിയാൽ ആർക്കിടെക്ചറിലെ മേജർ ഫിഗേഴ്സ് റഫേൽ, ലിയനാർഡോ ഡാവിൻസി, ബെല്ലനി, മൈക്കലാഞ്ചലോ, ഇവരെയൊക്കെ നമ്മൾ കണ്ടതാണ് ഹ്യൂമനിസവും റിനൈസൻസും നോക്കിയ സമയത്ത്. റിലീജിയനിലേക്ക് വരുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫിഗർ എന്ന് പറയുന്നത് മാർട്ടിൻ ലൂതർ കിങ് ആണ്. ഹി വാസ് എ ജർമൻ. ഹി ആക്ച്വലി കൺവേർട്ടഡ്, he actually challenged the Catholic Church and formed the Protestantism. Protestantism was actually found by Martin Luther King. So the church in Renaissance actually affected church also, and there was a remarkable kind of renewal and reformation happened in the Catholic Church that actually led to the formation of Protestantism in England. ഓക്കെ, അതിനുശേഷം വരുന്ന ന്യൂ വേൾഡ് ഡിസ്കവറീസ് നമ്മളതൊക്കെ കണ്ടതാണ്. ന്യൂ വേൾഡ് ഡിസ്കവറീസ് അമേരിക്കയും ന്യൂ ഫൗണ്ട്ലാൻഡും കരീബിയൻസും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ വാസ്കോ ഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള ഡയറക്റ്റ് സീ റൂട്ടിന്റെ ഡിസ്കവറി, അതൊക്കെയാണ് ന്യൂ വേൾഡ് ഡിസ്കവറീസ് കൊണ്ട് റെഫർ ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. പിന്നെ മേജർ ലിറ്ററി ഫിഗേഴ്സ് ആ ടൈമിലെ മേജർ ലിറ്ററി ഫിഗേഴ്സ് എന്ന് പറയുന്നത് റോജർ ആഷം, ദ സ്കൂൾ മാസ്റ്റർ എന്ന് പറയുന്ന റോജർ ആഷമിന്റെ വർക്ക് വാസ് എ വെരി ഫേമസ് വർക്ക് അറ്റ് ദാറ്റ് ടൈം. പിന്നെ ഡെസിഡറിസ് ഇറാസ്മസ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻഡ് ഓക്സ്ഫോർഡ് മൂവ്മെന്റിന്റെ ഒരു മേജർ സ്ട്രെങ്ത് ആയിരുന്നു ഇറാസ്മസ്. അതുപോലെ തന്നെ ഡാവിൻസിയുടെ വെട്രൂവിയൻ മാൻ was considered to be a major intellectual contribution at that point of time, because വെട്രൂവിയൻ മാൻ ഹ്യൂമനിസവുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ബേസിക്കലി നമുക്കറിയാം ഹ്യൂമനിസ്റ്റ്, ഞാൻ നേരത്തെ ഹ്യൂമനിസ്റ്റെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹ്യൂമനിസ്റ്റിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ ഒന്ന് രണ്ടെണ്ണം മെൻഷൻ ചെയ്തിരുന്നു. ഹ്യൂമനിസം ബേസിക്കലി കൺസേൺസ് അബൌട്ട് the idea that God created the universe, but it was human who developed it. So humanism റിലീജിയനിൽ നിന്നും കുറച്ചുകൂടി ഒരു റിഫോമിംഗ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ശരിക്കും മുമ്പോട്ട് വെച്ചത്. അതായത് ഗോഡ് ആണ് ലോകം ക്രിയേറ്റ് ചെയ്തത്, പക്ഷേ ഇറ്റ് വാസ് അപ് ടു ഹ്യൂമൻ ബീങ്സ് ടു ഡെവലപ്പ് ഇറ്റ്. So there is an imperative role for the human beings to expand and develop this world which is created by God. അതുപോലെ തന്നെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഫോർ ഹ്യൂമനിസം ബ്യൂട്ടി വാസ് ഹെൽഡ് ടു റെപ്രസെന്റ് എ ഡീപ്പർ ഇന്നർ വാല്യൂ ഓർ എൻ എസെൻഷ്യൽ എലമെന്റ് ഇൻ ദ പാത്ത് ടുവേർഡ്സ് ഗോഡ്. ഗോഡ് എന്ന് പറയുന്ന ബ്യൂട്ടിയും ഗോഡുമായിട്ട് വളരെ സൈമിൾട്ടേനിയസ്, ബ്യൂട്ടി ഈസ് അനലോഗസ് ടു ഗോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഹ്യൂമനിസ്റ്റുകൾ എപ്പോഴും പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ
They also emphasize the study of primary texts instead of going for commentaries. Go back to the primary text, especially the classics. They appreciated the classics. They venerated the classics, classic Latin especially. അതുപോലെ തന്നെ ഗ്രീക്കോ റോമൻ വേൾഡിനെ യൂറോപ്പിന്റെ ഏറ്റവും ബെസ്റ്റ് ടൈം ഓഫ് ഇന്റലക്ച്വൽ എൻലൈറ്റൻമെന്റ് എന്നാണ് ഒരു ഹ്യൂമനിസ്റ്റുകൾ വിളിച്ചിരുന്നത്. Return to the classic was also, I mean, humanism basically comes from Renaissance. So Renaissance was always a return towards a call to return to the classical literature and classical culture. അതുപോലെ humanism always favored philosophy against science. Science was also a part of Renaissance, but the humanistical basically philosophers ആയിരുന്നു. അതുപോലെ തന്നെ moral and practical against aesthetics. അതുപോലെ തന്നെ reason against instinct, learning, I mean, empirical learning. So these were major features of humanism, which I haven't mentioned here, but I was just going through it. When I take humanism specifically, I mean, as a separate topic, we will be discussing all these points. Okay, then മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്, സൈൻ പോസ്റ്റ് ഓഫ് ദിസ് എയർ എന്ന് പറയുന്നത് ഹെൻറി സെവൻത്തിന്റെ ലൈഫും അതുപോലെ തന്നെ ഹെൻറി സെവൻത്തിന്റെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റുമാണ്. ഹെൻറി സെവൻത്ത് അല്ല, ഹെൻറി എയ്ത്ത്. നിങ്ങൾക്ക് അറിയാം ഹെൻറി എയ്ത്തിനെ കുറിച്ച്. ഹി വാസ് വെരി ഫേമസ്, വെരി നൊട്ടോറിയസ്, ആൻഡ് ഹി വാസ് ഓൾസോ എ സിഗ്നിഫിക്കന്റ് political figure who I mean contributed a lot of twists and turns and surprises to the political future of England by establishing Anglicanism and by challenging the authority of Rome over England. അതുപോലെ തന്നെ politically he was also quite a contributing king. പുള്ളിയുടെ ചരിത്രം ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഹെൻറി എയ്ത്ത് ആണ് ആംഗ്ലിക്കാനിസം ഇംഗ്ലണ്ടിൽ സ്ഥാപിക്കുന്നത്. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൻറി എയ്ത്ത് ആക്ച്വലി മാരീഡ് ടു കാതറിനെ മാരി ചെയ്യുന്നു. അതിനുശേഷം കാതറിനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പെർമിഷന് വേണ്ടി പോപ്പിനോട് ചോദിക്കുന്നു. പക്ഷേ പോപ്പ് അലൗ ചെയ്യുന്നില്ല. കാരണം അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ ഡിവോഴ്സ് വാസ് നോട്ട് അലൗഡ് ഇൻ കാത്തലിക് ചർച്ച്. സോ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, Henry asked his bishop Thomas Cranmer, his bishop in Canterbury, to allow him to divorce Catherine and marry Anne Boyle. ആൻ ബോയിലിനെ കല്യാണം കഴിക്കാനായിട്ടാണ് കാതറിനെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷേ it doesn't happen. So what he does is that he detaches totally the Church of England, I mean the Catholic Church in England. He detaches it totally from Roman supremacy, and he actually makes Thomas Cranmer ബിഷപ്പ് ഓഫ് കാൻറ്റർബറി. കാൻറ്റർബറി ആണ് ശരിക്കും ഇംഗ്ലണ്ടിന്റെ കാത്തലിസിസത്തിന്റെ സെന്റർ എന്ന് പറയുന്നത്, പവർ സെന്റർ എന്ന് പറയുന്നത് കാൻറ്റർബറിയാണ്. സോ ഹെൻറി എയ്ത്ത് assigns Thomas Cranmer as the Archbishop of Canterbury and challenges the Pope, and he establishes through act of supremacy, I mean he establishes a religion called a religious sect of Catholicism called Anglicanism, his own religious sect that is quite different from, and that actually comes out of the power of, or that stands out outside the power of Pope. So അതുപോലെ തന്നെ in British Parliament 1533 33 or 34 പുള്ളി he brings the act of supremacy. Through act of supremacy ഈ ആംഗ്ലിക്കാനിസം ശരിക്കും ഒരു ഫോർമൽ ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആയിട്ട് മാറുന്നു. ഇംഗ്ലണ്ടിന്റെ ചേർച്ച് എന്ന് പറയുന്നത് ആംഗ്ലിക്കാനിസം ആണെന്ന് പാർലമെന്റ് ആക്ടിലൂടെ, ആക്ട് ഓഫ് സുപ്രീമസിയിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ഒരു നട്ട്ഷെൽ എന്ന് പറയുന്നത്. ആൻ ബോyle ഒരു ഫേമസ് ക്യാരക്ടറാണ് ശരിക്കും. ഹിലറി മാൻഡിലിന്റെ ബ്രിങ്ങിങ് അപ്പ് ദ ബോഡീസ് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്, 2012 ഇറങ്ങി നോവൽ. അതിൽ ശരിക്കും പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് ആൻ ബോyle ആണ്. അതുപോലെ തന്നെ ആ സമയത്ത് ഒരു മേജർ ഫിഗർ ആണ് തോമസ് ക്രോംവെൽ. ഹെൻറി എയ്ത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു തോമസ് ക്രോംവെൽ. Okay, so that is it. After Henry VIII, we have Queen Mary first. She was also called the Bloody Mary. Okay, she was a Catholic also. ഇനി ആ സമയത്തെ മേജർ ആയിട്ടുള്ള ഒരു റൈറ്റർ എന്ന് പറയുന്നത് തോമസ് മൂർ ആണ്. തോമസ് മൂറിന്റെ ഉട്ടോപ്പിയ വാസ് വെരി ഫേമസ്. ഉട്ടോപ്പിയ വാസ് an essay in 2 books. It describes the fictitious adventures of Amerigo Vespucci towards the nowhere land. It is actually nowhere land stands for Newfoundland, that is the North America. അതിലെ മേജർ ക്യാരക്ടർ എന്ന് പറയുന്നത് ആൽഫ് ഹിറ്റൽഡേ ആണ്.
ഒരു ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിനെ കുറിച്ചാണ് ഉട്ടോപ്യ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതിനുശേഷം വരുന്ന മേജർ ലിറ്റററി കോൺട്രിബ്യൂഷൻസ് ഒന്ന് തോമസ് വൈറ്റ് ആൻഡ് ഹെൻറി ഹൊവാർഡിന്റെ എലോസാറെ സോണറ്റ്സ് ആണ്. ദേ ഇൻട്രൊഡ്യൂസ്ഡ് പെട്രാർക്കിയൻ സോണറ്റ്സ് ടു ഇംഗ്ലണ്ട് ആൻഡ് ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ടെക്സാ റീമ ആൻഡ് ഒട്ടാവ റീമ ബോത്ത്. ഓക്കെ, ഹൊവാർഡ് ആൻഡ് വൈറ്റ്. Then we have Tottle's Miscellany, first anthology in English in 1557. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ലിറ്റററി കോൺട്രിബ്യൂഷൻസ് ഇൻ ദി ടൈം ഓഫ് 15th സെഞ്ചുറി. ഇനി 15th സെഞ്ചുറിയുടെ മറ്റൊരു മേജർ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയർ ആണ്. ഷേക്സ്പിയർ വാസ് ബോൺ ഇൻ 1564 and died in 1616. ഓക്കെ, ഷേക്സ്പിയറിന്റെ വർക്കുകൾ 2 സെഞ്ചുറി, 16th സെഞ്ചുറിയിലും 15th സെഞ്ചുറിയിലുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഏർലിയർ വർക്കുകളെല്ലാം 15th സെഞ്ചുറിയുടെ ലാസ്റ്റ് ഡെക്കേഡിലും ലേറ്റർ വരുന്ന ഗ്രേറ്റ് ട്രാജഡീസ് ഒക്കെ അതിനുശേഷവുമാണ്, ഫസ്റ്റ് ഡെക്കേഡ് ഓഫ് ദി 16th സെഞ്ചുറിയുമാണ് വരുന്നത്. ഇനി ഷേക്സ്പിയറിന്റെ ഷേക്സ്പിയറിന്റെ ഏജിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ട്യൂഡർ ഡൈനാസ്റ്റിയുടെ അവസാനമാണ് ശരിക്കും. ട്യൂഡർ ഡൈനാസ്റ്റി എൻഡ്സ് വിത്ത് Elizabeth first, and she was the last Tudor queen or ruler. അതിനുശേഷം ജക്കോബിയൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ടൈം വാസ് ഓൾസോ വെരി അഫ്ലുവൻറ്റ് ടൈം, ബിക്കോസ് ഒരു ഭയങ്കര ലോങ് റൂൾ ആയിരുന്നു ക്വീൻ എലിസബത്തിന്റെ. 44 years റൂൾ ആയിരുന്നു, റെയിൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ഒരു പൊളിറ്റിക്കൽ പവർ ആയിട്ടും സോഷ്യൽ പവർ ആയിട്ടും ഇക്കണോമിക് പവർ ആയിട്ടും അതുതന്നെ കൾച്ചറൽ സെന്റർ ആയിട്ടും മാറുന്ന ഒരു ടൈമാണ് ക്വീൻ എലിസബത്തിന്റെ ടൈം. പ്രത്യേകിച്ച് ഈ സമയത്ത് കൊളോണിയലിസത്തിന്റെ ഒരു ബിഗിനിങ് ഈ സമയത്താണ് സംഭവിക്കുന്നത്. കൊളോണിയലിസം അണ്ടർ എലിസബത്ത്, ക്വീൻ എലിസബത്ത് വാസ് ആക്ച്വലി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫോർമേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നത് ഈ സമയത്താണ്. സോ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻസിഷണൽ പീരീഡ് ആയിരുന്നു, പ്രത്യേകിച്ച് ഇക്കണോമിക്കലി ഒരു ട്രാൻസിഷണൽ പീരീഡ് ആയിരുന്നു. ആ ഇക്കണോമിക്കൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ആക്ച്വലി ഹാസ് ബീൻ റിഫ്ലക്റ്റിംഗ് in literature also, especially in drama. Okay, the spirit of nationalism was developing at that point of time. അതിലേക്ക് കോൺട്രിബ്യൂട്ട് മേജർ ആയിട്ടുള്ള ഇവന്റ് എന്ന് പറയുന്നത് ദ ഡിഫീറ്റ് ഓഫ് സ്പാനിഷ് അർമാൻഡയാണ്. അതായത് ക്വീൻ എലിസബത്ത് ഫസ്റ്റിന്റെ ഒരു പൊളിറ്റിക്കൽ വിക്ടറികളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും സിഗ്നിഫിക്കന്റും അതുപോലെ തന്നെ ബ്രിട്ടന്റെ ആ ഒരു യൂറോപ്പിലെ സെന്റർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് വരുന്നതിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ് ആയിരുന്നു ഡിഫീറ്റ് ഓഫ് സ്പാനിഷ് അർമാൻഡ. ഡിഫീറ്റ് ഓഫ് സ്പാനിഷ് അർമാൻഡയിൽ സ്പാനിഷ് നേവിയെ പരാജയപ്പെടുത്തുകയാണ് ബ്രിട്ടൻ ചെയ്യുന്നത്. സോ ഇറ്റ് ആക്ച്വലി ഗേവ് എ സുപ്രീമസി over it gave Britain a supremacy over the French navy by the defeat of Spanish Armada. ആൻഡ് പ്രൊട്ടസ്റ്റന്റ് ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടെങ്കിലും അത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് വളരുന്ന ഒരു സമയം എലിസബത്ത് ഫസ്റ്റിന്റെ ടൈമിലാണ്, ബിഗിനിങ് ഓഫ് കൊളോണിയൽ എറ. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ടൈമിനെ. ഇനി എലിസബത്തൻ തിയേറ്റേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ എലിസബത്തൻ തിയേറ്റേഴ്സ്, ആംഫി തിയേറ്റേഴ്സ് ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്, ആംഫി തിയേറ്റേഴ്സ്. പിന്നെ എലിസബത്തൻ ട്രാജഡി കുറിച്ച് പറയുമ്പോൾ എലിസബത്തൻ ട്രാജഡി വാസ് ആക്ച്വലി എ ബ്രേക്ക് അവേ ഫ്രം ദ ക്ലാസിക്കൽ യൂണിറ്റീസ്. ഷേക്സ്പിയർ ഒക്കെ നോക്കുവാണെങ്കിൽ ദേ ഡോണ്ട് ഫോളോ ദ ക്ലാസിക്കൽ യൂണിറ്റീസ് പ്രോപ്പർലി ആൻഡ് എക്സാക്ട്ലി. ഓക്കെ, അതുപോലെ തന്നെ there were a lot of acting groups by that time, acting troops by that time. പെർമനന്റ് തിയേറ്റേഴ്സ് ഒക്കെ ഒരുപാട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് എലിസബത്തൻ ഡ്രാമ തിയേറ്ററിന്റെ എലിസബത്തൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു തീമാറ്റിക് അല്ലെങ്കിൽ കണ്ടന്റ് വൈസിലേക്ക് എത്തുവാണെങ്കിൽ റൊമാൻറ്റിക് ട്രാജഡീസ് അല്ലെങ്കിൽ ട്രാജിക് കോമഡീസ്, അതുപോലെ റിവഞ്ച് ട്രാജഡീസ് ഒക്കെ ആയിരുന്നു മേജർ ആയിട്ടുള്ള ഡ്രാമ സ്റ്റൈൽസ് അല്ലെ ജാനേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ട്രാജിക് കോമഡി ഒരു എലിസബത്തൻ പീരീഡിന്റെ തന്നെ ഒരു ഇൻവെൻഷൻ ആണ്, ട്രാജഡിയും കോമഡിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. റിവഞ്ച് ട്രാജഡി ബേസിക്കലി ഇൻസ്പയർഡ് ബൈ സെനക്കയുടെ ട്രാജഡീസിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് റിവഞ്ച് ട്രാജഡീസ്. ഓക്കെ, ഇനി വില്യം ഷേക്സ്പിയർ. ഷേക്സ്പിയറിനെ കുറിച്ച് പറയുമ്പോൾ സെക്കൻഡ്, okay, he was born in 1564, died in 1616 at he was
quite a figure by the time of his death, and he was born in Stratford Avenue, Aven in London. Stratford Aven in London, and um, in 1610 he retired from theatre. 1613 Globe Theatre was born. Actually, Globe Theatre was found in 1597. അത് പിന്നീട് ഇറ്റ് വാസ് ബേൺഡ് ഇൻ 13. അത് പിന്നെ റിജുവനേറ്റ് ചെയ്യുന്നുണ്ട്. കിങ്സ് മെൻ എന്ന് പറയുന്ന ട്രൂപ്പിലാണ് ഷേക്സ്പിയർ വർക്ക് ചെയ്തത്, അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ആദ്യ കാലഘട്ടത്തിൽ ലോർഡ്സ് ചേംബർലൈൻസ് മെനിലാണ്. അതിൽ ഫേമസ് ആയിട്ടുള്ള ആക്ടർ എന്ന് പറയുന്നത് ഹെൻറി ക്യാരി ആയിരുന്നു. Henry Carey was a famous actor during that time. Okay, Globe Theatre was very famous. I mean, ഷേക്സ്പിയറിന്റെ ബാക്കി പ്ലേസ് ഒക്കെ പ്ലേ ചെയ്തത് ശരിക്കും ഗ്ലോബ് തിയേറ്ററിലാണ്. ഓക്കെ, ഞാനിവിടെ ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം, നിങ്ങളത് നോക്കിയാൽ മതി. ഷേക്സ്പിയറിന്റെ തന്നെ ഒരു ടൈം ലൈൻ ആണ്. 1554 വില്യം ഷേക്സ്പിയർ is born in Stratford upon Avon, and 1559 he goes to a grammar school, marries Anne Hathaway, writes his first play in 1519. 93 treats in London theatres in London closes because of the plague. പിന്നെ 1593 he published his first collection of poems, Venus and Adonis. A long poem on Venus and Adonis. 1994 തിയേറ്റർ വീണ്ടും റീഓപ്പൺ ചെയ്യുന്നു. 1596 his son Hamlet dies. 1599 ഗ്ലോബ് തിയേറ്റർ ബിൽഡ് ചെയ്തു. 1597 99 ഗ്ലോബ് തിയേറ്റർ ബിൽഡ് ചെയ്യുന്നത്. ലോർഡ് ചേംബർലൈൻസ് മാൻ ശരിക്കും പെർഫോം ചെയ്തത് ഈ തിയേറ്ററിലാണ്. ഐ മീൻ ലോർഡ് ചേംബർലൈൻസ് മാനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത തിയേറ്റർ ആയിരുന്നു ഗ്ലോബ് തിയേറ്റർ. ശരിക്കും ജെയിംസ് ബാബേജ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഈ തിയേറ്റേഴ്സിന്റെ എല്ലാം പുറകിലുള്ളത്. പുള്ളിയുടെ ആദ്യത്തെ തിയേറ്റർ എന്ന് പറയുന്നത് തിയേറ്റർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ആയിരുന്നു. അത് 1576 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ജെയിംസ് ബാബേജ് ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു ആള്. സോ അതിനുശേഷം പുള്ളി തന്നെയാണ് ലോർഡ് ചേംബർലൈൻസ് മാൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓർഗനൈസ് ചെയ്യുന്നതും. പിന്നെ കർട്ടൻ തിയേറ്റർ വരുന്നുണ്ട്. ശരിക്കും ഗ്ലോബ് തിയേറ്റർ ഇൻഡിപെൻഡന്റ് തിയേറ്റർ. ഈ സമയത്തിന്റെ ഒരു പ്രത്യേകത ചില പ്യൂരിറ്റാനിസം വളർന്നു തുടങ്ങുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ പ്യൂരിറ്റൻസും ഈ തിയേറ്റർ ആക്ടിവിസ്റ്റും തമ്മിലുള്ള എപ്പോഴും ക്ലാഷസ് ഉണ്ടായിരുന്നു. സോ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ഐ മീൻ ലോർഡ് ചേംബർലൈൻസ് മെന്നെ പെർഫോം ചെയ്യാൻ തിയേറ്റർ ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതിനുശേഷമാണ് ഇവര് ജെയിംസ് ബാബേജിന്റെ നേതൃത്വത്തിൽ ഗ്ലോബ് തിയേറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, first recorded performance in the Globe Theatre was Julius Caesar in 21st September 1599. Okay, 1603 King James Queen Elizabeth I മരിക്കുന്നു. 1603 King James വരുന്നു. ഓക്കെ, അതിനുശേഷം കിങ് ജെയിംസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഷേക്സ്പിയർ വർക്ക് ചെയ്യുന്നുണ്ട്. ഷേക്സ്പിയർസ് കമ്പനി സ്റ്റാർട്ട്സ് പെർഫോമിംഗ് അറ്റ് Blackfriars in indoor theatres. His sonnets are published in 1609. 1616 Shakespeare dies, and 1623 പുള്ളിയുടെ ഫസ്റ്റ് വോളിയം ഓഫ് വർക്ക്സ്, ഐ മീൻ കളക്ഷൻ ഓഫ് വർക്ക്സ് പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട് 1623. ഒരു വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ടൈം ലൈൻ ആണ്. വേറൊരു ടൈം ലൈനോട് ഞാൻ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളത്. നിങ്ങൾ ആ നോട്ട് കിട്ടുമ്പോൾ നോക്കിയാൽ മതി. ഓക്കെ, ഇനി വർക്കുകളിലേക്ക് കിടക്കുമ്പോൾ ഷേക്സ്പിയറിന്റെ വർക്കുകൾ പല കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും ടൈം ലൈനിന്റെ അടിസ്ഥാനത്തിൽ. അതില് ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് അപ്രന്റിസ്ഷിപ്പിന്റെ പീരീഡ് ആണ്. അതായത് 26ാമത്തെ വയസ്സ് മുതൽ 30ാമത്തെ വയസ്സ് വരെയുള്ള ടൈം. അതിനുശേഷം വരുന്ന സെക്കൻഡ് പീരീഡ്. ആ സമയത്ത് ഹി മാസ്റ്റേർഡ് ഹിസ് ആർട്ട്. അവിടെയാണ് നമ്മൾ ഏർലി കോമഡീസ് കാണുന്നത്, അല്ലെങ്കിൽ റൊമാൻറ്റിക് കോമഡീസ് ഒക്കെ കാണുന്ന ആ സമയത്താണ് സെക്കൻഡ് പീരീഡ് എന്ന് പറയുന്നത്. തേർഡ് പീരീഡ് എന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് ഈവിൾ, പ്രോബ്ലം പ്ലേസ് ഒക്കെ വരുന്ന സമയമാണ്. ട്രാജിക് കോമഡീസിന്റെ സമയമൊക്കെയാണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്. ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത് എന്താ പറയണേ, ട്രാജഡീസും മേജർ വർക്കുകളും സീരിയസ് വർക്കുകളും ഒക്കെ വരുന്ന ഒരു ഫേസ് ആണ് തേർഡ് എന്ന് പറയുന്നത്. ഇനി എയർലി കോമഡീസ്, ഫസ്റ്റ് ഫേസിലേക്ക് നമുക്ക് നോക്കാം. എയർലി കോമഡീസിന്റെ പ്രത്യേകത, വർക്കുകൾ നമുക്ക് നോക്കുവാണെങ്കിൽ മേജർ ആയിട്ടും വരുന്നത് ലവ്സ് ലേബേഴ്സ് ലോസ്റ്റ്, ടു ജെന്റിൽമെൻസ് ഓഫ് വെറോണ, കോമഡി ഓഫ് എറേഴ്സ്, ഇതൊക്കെയാണ് മേജർ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് ഈ ഒരു ഫേസിൽ വരുന്നത്. 98, 93 സമയങ്ങളിലൊക്കെയാണ് എഴുതപ്പെടുന്നത്. അതിന്റെ ആ ഒരു
കാറ്റഗറി ഓഫ് വർക്കുകളുടെ ഫീച്ചർ എന്ന് പറയുന്നത് ലെസ് ഒറിജിനൽ ആയിട്ടുള്ള മെയിൻലി അഡാപ്റ്റേഷൻസ് ആണ് ഈ വർക്കുകളിലൊക്കെ വരുന്നത്. ലെസ് ഒറിജിനൽ ആണ് എല്ലാ പ്ലേസിന്റെയും തീം കണ്ടന്റ് എന്ന് പറയുന്നത്, പ്ലോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത്ര ഫേർണിഷ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ആയിരിക്കില്ല. പിന്നെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ നമുക്ക് അതിൽ വിറ്റ്നസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ചുകൂടെ സ്പെക്ടക്കുലർ ആയിട്ടുള്ള ഈവന്റ്സും സംഭവങ്ങളും ഒക്കെയാണ് ഇതിൽ അത് ഡിസ്ക്രൈബ്, കുറച്ചുകൂടെ എക്സ്പ്രഷനിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. പിന്നെ സ്ട്രോങ് ഹീറോയിൻസും ക്ലവർ സെർവൻസും ഇതിലും വന്നു തുടങ്ങുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ പ്ലോട്ട്സ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വിറ്റ്, വേർഡ് പ്ലേ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് റെറ്ററിക്കൽ ഫീച്ചേഴ്സ് ആണ് എയർലി കോമഡീസിന്റെ. എയർലി കോമഡീസിന് ശേഷം അടുത്ത കാറ്റഗറി ഓഫ് വർക്ക് എന്ന് പറയുന്നത് എയർലി ട്രാജഡീസ് ആണ്. early tragedies, the first attempt of at the genre was actually Titus Andronicus ആണ് ആദ്യത്തെ early tragedy എന്ന് പറയുന്നത് പുള്ളിയുടെ. ഓക്കെ, അതിനുശേഷം വരുന്ന മോസ്റ്റ് ഫേമസ് വർക്ക് റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഒരു early ട്രാജഡിയിൽ പെടുന്ന ഒരു വർക്കാണ്. ഓക്കെ, അതിനുശേഷം വരുന്നത് ശരിക്കും നമുക്ക് മച്വർ കോമഡീസ് ആണ്. മച്വർ കോമഡീസിൽ മേജർ വർക്കുകൾ എന്ന് പറയുന്നത് മേജർ വർക്കുകൾ എന്ന് പറയുന്നത് മിഡ്സമ്മേഴ്സ് നൈറ്റ് ഡ്രീം, മച്ച് ഡു അബൌട്ട് നത്തിങ്, ദ 12th നൈറ്റ്, പിന്നെ വാട്ട് യു വിൽ, ഐ മീൻ 12th നൈറ്റ് ഓർ വാട്ട് യു വിൽ റൊമാൻറ്റിക് കോമഡിയാണ്. മെർച്ചന്റ് ഓഫ് വെനീസ്, ആസ് യു ലൈക്ക് ഇറ്റ്, ഇതൊക്കെ ഒരു 16th സെഞ്ചുറി 17th സെഞ്ചുറി തുടക്കത്തിൽ വരുന്നതാണ്. 1600കളിൽ എഴുതിയ വർക്കുകളാണ് ഇതെല്ലാം. ഈ ഒരു മച്വർ കോമഡീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന വർക്കുകളെല്ലാം. ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ക്ലാസിക്കൽ ആൻഡ് ഫുള്ളി ഫ്ലഡ്ജ് റൊമാൻറ്റിക് കോമഡീസ്, മൾട്ടിപ്പിൾ പ്ലോട്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ പ്രൊഫൗണ്ട് ഡീപ്പ് ആയിട്ടുള്ള തീംസ് ഓഫ് ലവ് ആണ് ഇതിലൊക്കെ ഡീൽ ചെയ്യുന്നത്. ഐ മീൻ ബാറ്റിൽ ബിറ്റ്വീൻ സെക്സസ്, ഫോക്കസ് ഓൺ സൈക്കോളജിക്കൽ മോട്ടീവ്സ്, ഓൺ മാരേജ് ഇൻ എ ഡിഫറെന്റ് ഡയമെൻഷൻ. അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ പ്ലേകളെല്ലാം കാണുന്നത്. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് നോക്കുവാണെങ്കിൽ കൂടുതൽ ഡെവലപ്ഡ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ചസ് ക്യാരക്ടേഴ്സിന്റെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. അതുപോലെ ഡയമെൻഷൻസ്, പല ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും. ഹീറോയിൻസ് ആണെങ്കിൽ എടുക്കുവാണെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഹീറോയിൻസ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഹീറോയിൻസ് വരുന്നുണ്ട്. ഡിസ്ഗൈസ് ഒരു വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആയിട്ട് മാറുന്നു. എക്സലന്റ് പ്രോസ് റൈറ്റിംഗ് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും മച്വർ കോമഡീസിലെല്ലാം. അത് 12th നൈറ്റ് ആവട്ടെ, അല്ലെങ്കിൽ മച്ച് ഡു അബൌട്ട് നത്തിങ്, നിങ്ങൾ വായിച്ചിട്ടുള്ള വർക്കുകളായിരിക്കും. മെർച്ചന്റ് ഓഫ് വെനീസ് ഒക്കെ അത് വളരെ വളരെ ഐ മീൻ എന്താ പറയുക, എലഗന്റ് ആയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലും വളരെ പവർഫുൾ ആയിട്ടുള്ള ടച്ചിങ് ആയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലിലേക്ക് ഈ സമയത്ത് ഷേക്സ്പിയർ മാറുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് ഡാർക്ക് കോമഡീസ് എന്ന് പറയുന്നത്. ഡാർക്ക് കോമഡീസ് ആക്ച്വലി പ്രോബ്ലം പ്ലേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. അതുപോലെ അവരുടെ മേജർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അംബീഷ്യസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, തീംസ് ഓഫ് റിവഞ്ച്, സെക്ഷൽ ജലസി, ഡെത്ത്, ഇതൊക്കെയാണ് മേജർ ആയിട്ട് തീംസ് വരുന്നത്. ട്രാജിക് കോമഡീസ് എന്നും അതിനെ നമ്മൾ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു എലിസബത്തൻ പീരീഡിന്റെ ഒരു ഇൻവെൻഷൻ ആണ് ശരിക്കും ട്രാജിക് കോമഡീസ് എന്ന് പറയുന്നത്. ട്രാജഡിയും കോമഡിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച്, അത് നമുക്ക് എലിസബത്തൻ പീരീഡിൽ കാണാൻ പറ്റും. മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ഓൾ ഈസ് വെൽ, ദാറ്റ് എൻഡ്സ് വെൽ, മെഷർ ഫോർ മെഷർ, ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത് ഈ സമയത്ത്. ഓക്കെ, ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഐ മീൻ കോമഡി ട്രാജഡി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഇവന്റ്സ് ഒരുപാട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആംബിഗ്യസ് ആയിട്ടുള്ള വർക്ക്, ഐ മീൻ ആംബിഗ്യസ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് പ്ലോട്ടിലുണ്ട്. പിന്നെ ഡാർക്ക് സൈക്കോളജിക്കൽ എലമെന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ട്രാജഡിയും കോമഡിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ മിക്സ്ചറാണ് ഡാർക്ക് കോമഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള, നമ്മുടെ ഏറ്റവും ഫേമസ് ആയി, ഐ മീൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രേറ്റ് ട്രാജഡീസ് വരുന്നത്. ഗ്രേറ്റ് ട്രാജഡീസ് ഒന്ന് ഹാംലെറ്റ്, രണ്ട് ഒഥല്ലോ, കിങ് ലിയർ, മാക്ബത്ത്. HOKM. ഇതാണ് ശരിക്കും ഷേക്സ്പിയറിന്റെ ക്ലൈമാറ്റിക് ആയിട്ടുള്ള റൈറ്റിംഗ്സിലെ ക്ലൈമാറ്റിക് പീരീഡ് എന്ന് പറയുന്നത്. ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ ഒരു ടൈമാണ്.
ശരിക്കും ആ ഒരു റൈറ്റിങ്ങിന്റെ ബേർഡൻ, ഐ മീൻ എല്ലാ ട്രാജഡീസും വളരെ ഇന്റർവ്യൂയിങ് ആയിട്ടുള്ള, വളരെ ടച്ചിങ് ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, ഡീപ്പായിട്ടുള്ള വർക്കുകളാണ്. എല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് തോട്ട്ഫുൾ ആയിട്ടുള്ള വർക്കുകളാണ്. എല്ലാം ഇമോഷണലി എഫക്ട് ചെയ്യുന്ന വർക്കുകളാണ്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ, പ്രൊഫൗണ്ട് സൈക്കോളജിക്കൽ ഇമ്പാക്ട് അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് തരുന്ന വർക്കുകളാണ്. ഹാംലെറ്റ് ആയാലും എല്ലാം അതെ, ആ രീതിയിൽ പല ഷെയ്ഡ്സ് ഓഫ് മീനിങ് ഉള്ള വർക്കുകളാണ് എല്ലാം ഈ സമയത്ത്. ട്രാജഡീസ് എല്ലാം, ഗ്രേറ്റ് ട്രാജഡീസ് എല്ലാം പവർഫുൾ സ്റ്റൈല് കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, പവർഫുൾ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ. പിന്നെ ഈ സമയത്ത് നമുക്ക് ക്ലാസിക്സിന്റെ ഇമിറ്റേഷൻസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ മേജർ ട്രാജഡീസിൽ കാണാൻ പറ്റും. ഡെസ്റ്റിനി ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പേഴ്സണൽ ഇവന്റ്സ്, ഐ മീൻ പേഴ്സണൽ ആയിട്ടുള്ള ക്വയറീസ്, പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റുകളാണ് ശരിക്കും ഈ ട്രാജഡികളിലെല്ലാം ഡീൽ ചെയ്യുന്നത്. ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണൽ ക്യാരക്ടർ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത് വളരെ എവിഡന്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. വർക്കുകൾ നമുക്കറിയാം, ഒതല്ലോ, ഹാംലെറ്റ്, കിങ് ലിയർ ആൻഡ് മാക്ബത്ത്. ഇതാണ് മേജർ ആയിട്ടുള്ള വർക്ക്. ഇനി ഹിസ്റ്റോറിക്കൽ പ്ലേസിലേക്ക് പോവുകയാണെങ്കിൽ ഷേക്സ്പിയർ ആകെ 10 ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് എഴുതിയേക്കുന്നത്. അത് 2 ടെട്രാളജിയിലായിട്ടാണ് വരുന്നത്. മേജർ ടെട്രാളജി, മൈനർ ടെട്രാളജി എന്ന് പറയുന്ന 2 കാറ്റഗറീസ് ആയിട്ടാണ് വരുന്നത്. 10 പ്ലേസ് ആണ് മേജർ ആയിട്ട് എഴുതിയിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ പ്ലേസ്. അതില് ബ്രിട്ടീഷ്, ഇംഗ്ലീഷ് ഹിസ്റ്റോറിക്കൽ പ്ലേസും ഉണ്ട്, റോമൻ ഹിസ്റ്റോറിക്കൽ പ്ലേസും ഉണ്ട്. റോമൻ പ്ലേസിൽ ജൂലിയസ് സീസർ, ആന്റണിയൻ ക്ലിയോപാട്ര, കൊറിയോലനസ്, ഇത് മൂന്നുമാണ് റോമൻ പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി റൊമാൻസിലേക്ക് വരുമ്പോൾ നെയ്തർ കോമഡി നോർ ട്രാജഡി, അതാണ് ഏറ്റവും അവസാനത്തെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. റൊമാൻസ് ആണ്. നെയ്തർ കോമഡി നോർ ട്രാജഡി. സിംബലിൻ, ദ വിന്റേഴ്സ് ടെയിൽ, ടെമ്പസ്റ്റ്. സിംബലിൻ വാസ് റിട്ടൺ ഇൻ 1610. Winter's Tales was written in 16. അത് also written in 1610. In 1611, Tempest was written. ഓക്കെ. റോമൻ പ്ലേസ് എന്ന് പറഞ്ഞു. ഇനി ലോങ് പോയംസ് 2 ശരിക്കും 4 അട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ 2 മെയിൻ ആയിട്ട് പറയുന്നത്, വിനസ് ആൻഡ് അഡോണിസും റേപ്പ് ഓഫ് ലുക്രസ്. ഓക്കെ. ഇനി സോണറ്റ്സിലേക്ക് വരുമ്പോൾ ശരിക്കും ഷേക്സ്പിയർ ഹാസ് റിട്ടൺ 37 plays in 154 സോണറ്റ്സ് ആൻഡ് 4 ലോങ് പോംസ്. ഇതിൽ സോണറ്റ്സിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് 26 സോണറ്റ്സ് അഡ്രസ് ടു WH ഓർ ഹെൻറി റിത്തേഴ്സ്ലി ഓർ വില്യം ഹെർബർട്ട്. സ്പിരിച്വൽ, ഇതിൽ ഡീൽ ചെയ്യുന്ന തീം എന്ന് പറയുന്നത് സ്പിരിച്വൽ ലവ് ആണ്. സോണറ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ സോണറ്റ് 2 കാറ്റഗറീസ് ആണ്. ഫസ്റ്റ് കാറ്റഗറി ഞാൻ പറഞ്ഞ പോലെ 126 സോണറ്റ്സ്, ആൻഡ് സെക്കൻഡ് കാറ്റഗറി അതിൽ 26 സോണറ്റ്സ് ആണ്, അഡ്രസ്സസ് ടു എ ഡാർക്ക് ലേഡി. ഇത് ബേസിക്കലി തീമാറ്റിക്കലി ഡീൽസ് വിത്ത് ഇറോട്ടിക് ആൻഡ് ഫിസിക്കൽ ലവ്. ലാസ്റ്റ് 2 സോണറ്റ്സ് ആർ അബൌട്ട് ക്യൂപിഡ്. സോണറ്റ്സ് ആദ്യം പബ്ലിഷ് ചെയ്തത് തോമസ് തോർപ്പാണ് ഇൻ 1609. മേജർ തീംസ് ഓവറോൾ എടുക്കുവാണെങ്കിൽ ലവ്, ബ്രോക്കൺ ട്രസ്റ്റ്, ഫ്രണ്ട്, ഫോർഗീവ്നെസ്, ലോസ് ഓഫ് ലവ്, ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള സോണറ്റ്സിന്റെ തീമായിട്ട് വരുന്നത്. സോണറ്റ്സിനെ കുറിച്ച് നമ്മൾ സ്പെസിഫിക് ആയിട്ട് വർക്ക് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം, സോണറ്റ്സിന്റെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫെമിലിയറൈസ് ചെയ്യാനായിട്ടാണ് ഇത്ര ഇൻഫർമേഷൻസ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത ഷേക്സ്പിയർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫീൽഡ് എന്ന് പറയുന്നത്, അടുത്ത റൈറ്റിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് കണ്ടംപററീസ് ഓഫ് ഷേക്സ്പിയർ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവാം. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ടൈം എടുത്തൊന്നും പറയാത്തത്. ഈ റൈറ്റേഴ്സിനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചുകൂടാ, നിങ്ങളൊന്ന് പ്ലേസ് ചെയ്യുക, എല്ലാവരെയും ആ ഒരു ടൈം ഫ്രെയിമിൽ ഒന്ന് പ്ലേസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഫിലിപ്പ് സിഡ്നിയും എഡ്മണ്ട് സ്പെൻസറും ജോൺ ലിലിയും, എഡ്മണ്ട് സ്പെൻസറും ആദ്യം കാണും, അതിനുശേഷം നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റ്സിനെ കാണും. സോ ഫസ്റ്റ് കാറ്റഗറി ഓഫ് റൈറ്റേഴ്സ് കണ്ടംപററീസ് എന്ന് പറയുന്നത് ഫിലിപ്പ് സിഡ്നിയും എഡ്മണ്ട് സ്പെൻസറുമാണ്. ഫിലിപ്പ് സിഡ്നി വാസ് അസോസിയേറ്റഡ് വിത്ത് കോർട്ട് ആൻഡ് ഹി വാസ് ഓൾസോ ഇൻവോൾവ് ഇൻ കോർട്ട് മാറ്റേഴ്സ് വിത്ത് എലിസബത്ത്, ക്വീൻ എലിസബത്ത്. He was a propagator or maybe an advocate of chivalric humanism. മേജർ വർക്ക് ഒന്ന് ആസ്ട്രോഫെൽ ആൻഡ് സ്റ്റെല്ല, സോണറ്റ് സീക്വൻസ് ആണ് 1591 എഴുതിയത്, പബ്ലിഷ് ചെയ്തത്. അർക്കേഡിയ 1580 പബ്ലിഷ് ചെയ്തത്. അപ്പോളജി ഫോർ പോയട്രി, ഫോർമൽ ഇനോഗ്രേഷൻ ഓഫ് ലിറ്ററി തിയറി. അത് അപ്പോളജി ഫോർ പോയട്രിയിലേക്ക് ഞാൻ വരാം. ഞാൻ പറഞ്ഞതുപോലെ ഫിലിപ്പ് സിഡ്നി ക്വീനുമായിട്ട് വളരെ ക്ലോസ് റിലേഷൻ ഉള്ള ആളായിരുന്നു. ഹി വാസ് ഓൾസോ എ മെമ്പർ ഓഫ്, ഹി വാസ് എ നൈറ്റ്. വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്നു സിഡ്നി ആ ടൈമിൽ. പ്രത്യേകിച്ച് അയാളുടെ അർക്കേഡിയ വാസ് വെരി ഫേമസ്. അർക്കേഡിയ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നമ്മൾ ക്രിറ്റിസിസം കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് വർക്ക് എന്ന് പറയുന്നത് അപ്പോളജി ഫോർ പോയട്രി ആണ്. അപ്പോളജി ഫോർ പോയട്രി ഈസ് ഓൾസോ കോൾഡ് എ ഡിഫൻസ് ഓഫ് പോയസി.
It is considered to be the inaugural, I mean, moment of inaugural work of literary theory in English literature. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയട്രിയെ കുറിച്ചും പോയറ്റിനെ കുറിച്ചും പോയട്രി ഇൻ യൂണിവേഴ്സൽ സെൻസും സംസാരിക്കുന്ന വേറൊരു വർക്ക് ഇതിനു മുമ്പ് വന്നിട്ടില്ല. ഡെഡിക്കേറ്റഡ് ടു പോയട്രി അലോൺ ഈ വർക്ക്. ഇത് മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സാലിറ്റി ഓഫ് പോയട്രി, ആന്റിക്വിറ്റി ഓഫ് പോയട്രി, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഓഫ് പോയട്രി, പോയറ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ പോയട്രിയുടെ റെസ്പോൺസിബിലിറ്റീസ്, ഡെഫിനിഷൻ ഓഫ് പോയട്രി. ഇതിലാണ് പുള്ളി ശരിക്കും പോയട്രി ഈസ് എൻ ആർട്ട് ഓഫ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്, പോയട്രി ഒരു സ്പീക്കിംഗ് പിക്ചർ ആണെന്നും, പോയട്രിയുടെ എൻഡ് എന്ന് പറയുന്നത് ടീച്ച് ചെയ്യാനും ഡിലൈറ്റ് ചെയ്യാനുമാണെന്നൊക്കെ പറയുന്നത് ഈ ഫേമസ് ആയിട്ടുള്ള വർക്കിലാണ്. അതുപോലെ തന്നെ പോയറ്റിനെ ഒരു പ്രോഫറ്റ് എന്ന് വിളിക്കുന്നതും ഈ ഒരു വർക്കിൽ തന്നെയാണ്. പിന്നെ പോയട്രിയുടെ ലോങ് ലാസ്റ്റിംഗ്നെസ്സിനെ കുറിച്ചും, ഐ മീൻ പോയട്രിയുടെ ഇൻഫിനിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, യൂണിവേഴ്സാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ആന്റിക്വിറ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഈ വർക്കിലാണ്. സോ ക്രിറ്റിസിസത്തിൽ ഇതൊരു ഇമ്പോർട്ടന്റ് വർക്ക് തന്നെയാണ്. അടുത്തത് എഡ്മണ്ട് സ്പെൻസർ ആണ്. സ്പെൻസർ വാസ് ഓൾസോ an associate, or I mean was also an associate of ക്വീൻ. അതുപോലെ തന്നെ സ്പെൻസർ അഡ്മയർഡ് സിഡ്നി മരിച്ചപ്പോൾ സ്പെൻസർ ഷെപ്പേർഡ്സ് കാലണ്ടർ ആക്ച്വലി ഡെഡിക്കേറ്റഡ് ടു സിഡ്നിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത വർക്കാണ് സ്പെൻസറിന്റെ ഷെപ്പേർഡ്സ് കാലണ്ടർ. സ്പെൻസർ വാസ് ഓൾസോ എ ചിവൽറിക് ഹ്യൂമനിസ്റ്റ്, ക്രിസ്ത്യൻ ഐഡിയലിസ്റ്റ്. പുള്ളിയുടെ വർക്കുകൾ എടുക്കുവാണെങ്കിൽ 2 വർക്കുകളാണ് മേജർ ആയിട്ടുള്ളത്. ഒന്ന് ഷെപ്പേർഡ്സ് കാലണ്ടറും, 2 ഫെയറി ക്വീനും. ഇനി ഷെപ്പേർഡ്സ് കാലണ്ടർ കൺസിസ്റ്റ് ഓഫ് 12 ഇക്ലോഗ്സ്, 12 മാസങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന 12 ഇക്ലോഗ്സ് ആയിട്ടാണ് ഈ വർക്ക് വരുന്നത്. ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു ഫിലിപ്പ് സിഡ്നി. അതിനുശേഷം വരുന്ന വർക്ക് ഫെയറി ക്വീൻ ആണ്. ഫെയറി ക്വീൻ എലിസബത്ത്, ഒഫീഷ്യലി എലിസബത്തിനെയാണ് ഇത് ശരിക്കും റെഫർ ചെയ്യുന്നതെങ്കിലും ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹി വാസ് ഓൾസോ കൺസിഡേർഡ് ടു ബി ദ അൺഒഫീഷ്യൽ പോയറ്റ് ലോറേറ്റ്. ആ ഒരു ടൈറ്റിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഹി ഈസ് ഓൾവേസ് കൺസിഡേർഡ് ടു ബി ദ അൺഒഫീഷ്യൽ പോയറ്റ് ലോറേറ്റ്. ആ ഒരു ടൈറ്റിൽ ആദ്യം അട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് ജോൺ ഡ്രൈഡൻ ആണ് 1668. ഹി വാസ് ദ ഫസ്റ്റ് പോയറ്റ് ലോറേറ്റ്, ഐ മീൻ ഒഫീഷ്യലി ദ ഫസ്റ്റ് പോയറ്റ് ലോറേറ്റ് വിത്ത് ദാറ്റ് ടൈറ്റിൽ ഇൻ 1668, ജോൺ ഡ്രൈഡൻ. ഓക്കെ. പിന്നെ 1-2 വർക്കുകളൂടെ ഉണ്ട് സ്പെൻസറിന്റെ, ലൈക്ക് ദ വ്യൂസ് ഓഫ് ദ പെസൻസ് സ്റ്റേറ്റ് ഓഫ് അയർലൻഡ് പോലുള്ള വർക്കുകളുണ്ട്, പ്രോസ് വർക്കുകളാണ്. ഫെയറി ക്വീൻ, ദാറ്റ്സ് ഓൾ. ഓക്കെ. ഇനി അതിനുശേഷം വരുന്ന മേജർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആണ്. യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ നമ്മൾ എല്ലാവരെയും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. മേജർ ആയിട്ട് നമ്മൾ പഠിക്കുന്ന 2 കാറ്റഗറി ഓഫ് റൈറ്റേഴ്സ് ആണ്, ഓക്സ്ഫോർഡ് സ്കൂളും കേംബ്രിഡ്ജ് സ്കൂളും. ഇതിൽ യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആൻഡ് റൈറ്റിംഗ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവരുടെ മേജർ തീംസ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇവന്റ്സ് ആണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് അവർ എഴുതിയതെല്ലാം തന്നെ. ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സിനെ, അതായത് ഒറിജിനൽ കണ്ടന്റ് ആയിരുന്നില്ല, ഒറിജിനൽ പ്ലോട്ട് ആയിരുന്നില്ല, അഡാപ്റ്റേഷൻസ് ആയിരുന്നു മോസ്റ്റ് ഓഫ് ദി പ്ലോട്ട്സ്. അത് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിനെ ക്രോണിക്കിൾ ചെയ്യുന്ന വർക്കുകളാണ് അവരെല്ലാം എഴുതിയിരുന്നത്. ഇനി അവരുടെ ഒരു കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. 2 സ്കൂളുകളാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഒന്ന് ഓക്സ്ഫോർഡ് സ്കൂളും 2 കേംബ്രിഡ്ജ് സ്കൂളും. ഇതിൽ ജോൺ ലില്ലി, ജോർജ് പീലി, തോമസ് ലോഡ്ജ്, തോമസ് മിഡിൽട്ടൺ വേർ ഓക്സ്ഫോർഡ് സ്കൂൾ, ആൻഡ് റോബർട്ട് ഗ്രീൻ, തോമസ് നാഷ്, ക്രിസ്റ്റഫർ മാർലോ, ദേ വേർ കേംബ്രിഡ്ജ് സ്കൂൾ. സോ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹ്യൂമനിസ്റ്റിക് വാല്യൂസ് അല്ലെങ്കിൽ ഹ്യൂമനിസം ഇൻഫ്ലുവൻസ് ചെയ്ത റൈറ്റേഴ്സ് ആയിരുന്നു ഇവര്. അതിന് they received humanist education and it was also a time of commercial drama. അതുകൊണ്ട് തന്നെ ഇവരുടെ വർക്കുകൾ ഭയങ്കര കൊമേഴ്സ്യലി ഹിറ്റ് ആയിരുന്നു. എസ്പെഷ്യലി തോമസ് കിഡിന്റെ സ്പാനിഷ് ട്രാജഡി ഒക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഇമ്പാക്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ കൊമേഴ്സ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള വർക്കുകളായിരുന്നു. മാർലോയുടെ വർക്കുകൾ, ടംബർലൈനും അതുപോലെ തന്നെ ജൂ ഓഫ് മാൾട്ടയും ഡോക്ടർ ഫോസ്റ്റസും ഒക്കെ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള വർക്കുകളായിരുന്നു ആ സമയത്ത്. സോ കൊമേഴ്സ്യൽ ഡ്രാമയുടെ ഒരു ബിഗിനിങ് കൂടിയാണ്. ആൻഡ് ദേ ഫ്രീക്വന്റ്ലി കൊളാബറേറ്റഡ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്ത് പല വർക്കുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഹീറോയിക് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് ഡ്രാമ, ഐ മീൻ ഫിഗേഴ്സ്. അതുപോലെ they had a kind of a contempt towards the playwrights who did not have a university education. ഇനി മേജർ റൈറ്റേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് ജോൺ ലില്ലി യൂഫിയസ്, അനാട്ടമി ഓഫ് വിറ്റ് എന്ന് പറയുന്ന വർക്കാണ് ലില്ലിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക്. യൂഫിസം എന്ന് പറയുന്ന ഒരു ഫീച്ചർ, ഐ മീൻ ഒരു ഫീച്ചർ തന്നെ, അല്ലെങ്കിൽ ഒരു കൾട്ട് തന്നെ ശരിക്കും ഈ വർക്കിന് ശേഷം ഫോം ചെയ്യുന്നുണ്ട്. ജോർജ് പീലി രണ്ടാമത്തെ ഒരു മേജർ റൈറ്റർ ആണ്. പീലിയുടെ ബാറ്റിൽ ഓഫ് അൽക്കാൻസർ, കുറെ വർക്കുകളുണ്ട് അതിൽ. ബാറ്റിൽ ഓഫ് അൽക്കാൻസർ മാത്രമേ, ഡേവിഡ് ആൻഡ് ദ ഫെയർ
ബെത്സെയ്ദ്, ദ ഫെയർവെൽ ടു ആംസ്, ഓൾഡ് വൈഫ്സ് ടെയിൽ, ഇതുപോലെ ഒരുപാട് വർക്കുകളുണ്ട്. പക്ഷെ ഞാനിത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, കാരണം അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. തോമസ് കിഡ്, സ്പാനിഷ് ട്രാജഡി നിങ്ങൾ എല്ലാം കേട്ടിട്ടുണ്ട്. ഓർ ഹിനോണിമോ ഈസ് മാഡ് അഗെയിൻ, ഫസ്റ്റ് പ്രോപ്പർ റിവെഞ്ച് ട്രാജഡി എന്നാണ് സ്പാനിഷ് ട്രാജഡിയെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ഫിഗർ എന്ന് പറയുന്നത് തോമസ് ലോഡ്ജ് ആണ്. തോമസ് ലോഡ്ജിന്റെ ആൻ അലാം അഗെയിൻസ്റ്റ് ദ യൂസർപേഴ്സ്, അല്ലെങ്കിൽ ഡെവിൾസ് കൺജേർഡ്, വിറ്റ്സ് മിസറി, കുറെ വർക്കുകളുണ്ട്, ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല. തോമസ് നാഷ് മറ്റൊരു മേജർ ഫിഗർ ആണ്. ഓക്കെ, പിന്നെ ക്രിസ്റ്റഫർ മാർലോ, അത്യാവശ്യം ഏറ്റവും സെലിബ്രേറ്റഡ് ഫിഗേഴ്സിൽ ഒരാളായിരുന്നു. ഗ്രേറ്റ് ട്രാജഡീസ് ലൈക്ക് ചാമ്പർലൈൻ ദ ഗ്രേറ്റ്, ജൂ ഓഫ് മാൾട്ട, ഡോക്ടർ ഫോസ്റ്റസ്, ഇതെല്ലാം സെലിബ്രേറ്റഡ് വർക്ക്സ് ആണ്. പുള്ളി എഴുതിയിരുന്നത് ബ്ലാങ്ക് വേഴ്സിലാണ്. ദർ ഓൾ കോൾഡ് ഗ്രേറ്റ് ട്രാജഡീസ് ബൈ ക്രിസ്റ്റഫർ മാർലോ. ഓക്കെ, ദെൻ ബെൻ ജോൺസൺ, ഇതുകൊണ്ട് ശരിക്കും യൂണിവേഴ്സിറ്റി വിറ്റ്സ് അവസാനിക്കുകയാണ്. അതിനുശേഷം വരുന്ന യൂണിവേഴ്സിറ്റി വിറ്റ്സ് അല്ല, ആ കാറ്റഗറി പെടാത്ത റൈറ്ററാണ് ബെൻ ജോൺസൺ. ബെൻ ജോൺസന്റെ മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കോമഡി ഓഫ് ഹ്യൂമേഴ്സ് ആണ്. ഹ്യൂമർ എന്ന് പറയുന്നത് ശരിക്കും ആ സമയത്തെ എന്താ, നമുക്ക് മിഡീവിയൽ പീരീഡ് മുതൽ കാണാൻ പറ്റും. ഹ്യൂമനിസം വരുമ്പോൾ തന്നെ ഹ്യൂമൻ ബീങ്ങിന്റെ എസെൻസിനെ കുറിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ കാണാൻ പറ്റും. സോ ഹ്യൂമേഴ്സ് എന്ന് പറയുന്നത് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം കൺസിഡർ ടു ബി ദ എസെൻസ് ഓഫ് ഹ്യൂമൻ ബീങ്. എസെൻഷ്യലി ഹ്യൂമൻസിന് 4 ഫീച്ചേഴ്സ് ആണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ബേസിലാണ്, അല്ലെങ്കിൽ 4 മൂഡ്സ് അല്ലെങ്കിൽ 4 ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് ഉണ്ടാവുക എന്ന് പറയും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതിനെയാണ് ഹ്യൂമേഴ്സ് എന്ന് വിളിച്ചിരുന്നത്. അപ്പം അതിന്റെ ബേസിലാണ് ഇവര്, അതിന്റെ ബേസിലുള്ള ഒരു വർക്കാണ് ശരിക്കും ബെൻ ജോൺസൺ നടത്തിക്കൊണ്ടിരുന്നത്. സോ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എന്ന് പറയുന്ന ആ രീതിയിലാണ് കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അത് നാല് ഹ്യൂമേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് സാങ്ക്വൈൻ സോഷ്യലബിൾ ആൻഡ് പ്ലഷർ സീക്കിംഗ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അടുത്തത് ഫിലഗ്മാറ്റിക് എന്ന് റിലാക്സ്ഡ് ആൻഡ് ക്വയറ്റ്. കോളറിക് എന്ന് അംബീഷ്യസ് ആൻഡ് ലീഡർ ലൈക്ക്. ആൻഡ് മെലൻകളിക്, ഇൻട്രോവേർട്ടഡ് ആൻഡ് തോട്ട്ഫുൾ. അനാട്ടമി ഓഫ് മെലൻകളി എന്ന് പറയുന്ന റോബർട്ട് ബേർട്ടന്റെ വർക്കിലാണ് ശരിക്കും ഇതിനെക്കുറിച്ച്, ഈ കൾട്ട് ഓഫ് ഈ ഒരു കൾട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തുള്ളൂ 4 ഹ്യൂമേഴ്സ് ഏതൊക്കെയാണെന്ന്. ഹ്യൂമേഴ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്, 4 സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ആ സമയത്ത് എസെൻഷ്യൽ ഹ്യൂമൻ ബീങ്സിന്റെ 4 സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഹ്യൂമേഴ്സിനെ അവർ കണ്ടിരുന്നത്. അത്രയും ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ബെൻ ജോൺസന്റെ വർക്കുകൾ എവരി മാൻ ഇൻ ഹിസ് ഹ്യൂമർ, വോൾപോൺ ഓർ ദ ഫോക്സ്, ആൽക്കമിസ്റ്റ്, എപ്പിസീൻ, ദ സൈലന്റ് വിമൻ, ബർത്തലോമി അഫെയർ, ഇതെല്ലാം ഫേമസ് വർക്കുകളാണ് പുള്ളിയുടെ. സോ നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാനത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവാണ്. ബട്ട് യു ഷുഡ് നോ വെയർ ടു പ്ലേസ് ബെൻ ജോൺസൺ ആൻഡ് വിച്ച് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് യു ഹാവ് ടു പ്ലേസ് ബെൻ ജോൺസൺ. ഇനി അവിടെ നിന്ന് നമ്മൾ അടുത്ത് നോക്കുന്ന മേജർ ഫിഗർ എന്ന് പറയുന്നത് ബേക്കൺ ആണ്, ഫ്രാൻസിസ് ബേക്കൺ, വൺ ഓഫ് ദി മോസ്റ്റ് സെലിബ്രേറ്റഡ് എസ്സേസ് ആൻഡ് ദ പൈനിയർ ഓഫ് എസ്സേസ് ഇൻ ഇംഗ്ലീഷ്. നമുക്കറിയാം ബേക്കൺ ആണ്. സോ ബേക്കനെ കുറിച്ച് പറയുമ്പോൾ ബേക്കൻ വാസ് ഫണ്ടമെന്റലി ബേസിക്കലി ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ സയൻസിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത ഒരു മനുഷ്യനായിരുന്നു. ബേക്കൻ വാസ് ഓൾസോ an active political figure in that point at that point of time. ജെയിംസ് ഫസ്റ്റിന്റെ സമയത്താണ് ബേക്കന്റെ ശരിക്കും ഉള്ള ആ ഒരു പൊളിറ്റിക്കൽ കാരിയർ ബിഗിൻ ചെയ്യുന്നതും അഡ്വാൻസ് ചെയ്യുന്നതൊക്കെ ജെയിംസ് ഫസ്റ്റിന്റെ സമയത്താണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു സയന്റിഫിക് ടെമ്പർമെന്റിന്, സയന്റിഫിക് റവല്യൂഷൻ, റിനൈസൻസിന്റെ ഭാഗമായിട്ട് വന്ന സയന്റിഫിക് റവല്യൂഷനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ് ഫ്രാൻസിസ് ബേക്കൺ. റൈറ്റിംഗ്സിലേക്ക് വരുമ്പോൾ എസൈസ്റ്റ് ആണ്, ഫിലോസഫർ ആണ്. ഹി ഓൾസോ പ്രാക്ടീസ് ഇൻ ലോ, ഒരു ഗ്രേറ്റ് എംഫസിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു മേജർ വർക്ക് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇൻസ്റ്ററാഷ്യോ മാഗ്ന എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് പ്രോജക്റ്റ്, ഒരു ഐഡിയ ഉണ്ട്, വിച്ച് ഹി പ്രൊപ്പോണ്ടഡ് ആക്ച്വലി ഇൻ his work or treaty called the Advancement of Learning in 1605. ഗ്രേറ്റ് റിന്യൂവൽ എന്നാണ് ഇതിന്റെ അർത്ഥം. ഗ്രേറ്റ് ഇൻസ്റ്റോറേഷന്റെ അർത്ഥം ഗ്രേറ്റ് റിന്യൂവൽ എന്നാണ്. അത് അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ട്രീറ്റി, അല്ലെങ്കിൽ നോം ഓർഗാനം എന്ന് പറയുന്ന ഒരു ന്യൂ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന മറ്റൊരു ട്രീറ്റി ഉണ്ട് 1620. ഇതിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ശരിക്കും ഗ്രേറ്റ് ഇൻസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ദ ഗ്രേറ്റ് റിന്യൂവൽ എന്ന് പറയുന്നത് ശരിക്കും ഗ്രേറ്റ് റിന്യൂവൽ റെഫേഴ്സ് ടു ദി റിനൈസൻസ് സ്പിരിറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ലോജിക്. അതുപോലെ തന്നെ ഹി റിജക്റ്റഡ് ദ അരിസ്റ്റോട്ടീലിയൻ സ്ട്രക്ചർ ഓഫ് നോളജ്, അരിസ്റ്റോട്ടീലിയൻ സ്ട്രക്ചർ ഓഫ് ലേണിംഗ് ഹി റിജക്റ്റഡ് ആൻഡ് ഹി പ്രപ്പോസ്ഡ് an alternative structure of learning that is basically oriented on empiricism and humanistic values.
പിന്നെ എസ്സേസിലേക്ക് വരുമ്പം എസ്സേസ് സിവിൽ ആൻഡ് മോറൽ എന്ന് പറയുന്ന കളക്ഷൻ ആണ് വരുന്നത്. 3 ടൈമിലായിട്ട്, അല്ലെങ്കിൽ 3 ടൈമിലാണ് അത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഒന്ന് 1597 ഫസ്റ്റ് കളക്ഷൻ 10 എസ്സേസിന് വരുന്നു. 1612 38 എസ്സേസും, അത് 1625 50 എസ്സേസുമായിട്ട് മാറും. അതുപോലെ തന്നെ എസ്സെ എന്ന് പറയുന്ന ടേം മോണ്ടിഗയിൽ നിന്ന് എടുത്ത് ഇംഗ്ലീഷിൽ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഫ്രാൻസിസ് ബേക്കൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രാൻസിസ് ബേക്കൺ ഓൾവേസ് കൺസിഡർ ടു ബി the one who has pioneered essays in English literature. പുള്ളിയുടെ എസ്സേസിന്റെ ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ എവറിഡേ ഫിലോസഫിയാണ് ശരിക്കും ഈ എസ്സേസ് എല്ലാം ഡീൽ ചെയ്തിട്ടുള്ളത്. പ്രാക്ടിക്കൽ എവറിഡേ ഫിലോസഫി, അതുപോലെ തന്നെ ബാലൻസ് ബിറ്റ്വീൻ ഒപ്പോസിഷൻസ്, ക്രിട്ടിസൈസ് ചെയ്താലും ബാലൻസ്ഡ് ക്രിറ്റിസിസമാണ് പുള്ളി എപ്പോഴും ഡീൽ ചെയ്തിരുന്നത്. അതുപോലെ ഇംപേഴ്സണൽ ആയിട്ടുള്ള എസ്സേസ് ആയിരുന്നു. the purpose of essay he considered to be to inform the young minds of his class. പിന്നെ ദ ന്യൂ അറ്റ്ലാന്റിസ് എന്ന് പറയുന്നതാണ് പുള്ളിയുടെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഉട്ടോപ്യൻ ഫിക്ഷൻ എന്ന് പറയുന്നത്. അത് ലൈക്ക് ഉട്ടോപ്പിയ, തോമസ് മോറിന്റെ ഉട്ടോപ്പിയ ആയിട്ട് ഒരുപാട് സാമ്യമുള്ള ഒരു വർക്കാണ് ന്യൂ അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഫ്രാൻസിസ് ബേക്കൺ. So we will end today's session with the Francis Bacon, and we'll take up from John Donne in the next session. So എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം.